മാസങ്ങൾക്ക് മുൻപ് മാത്രം ടാർ ചെയ്ത കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് വീണ്ടും ശോച്യാവസ്ഥയിൽ. സ്റ്റാൻഡിനുള്ളിലെ ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്കും ബസ്സുകൾക്കും ഭീഷണിയാകുന്നു. എന്നും അവഗണനയുടെ കഥ മാത്രം പറയുവാനുള്ള കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് അധികൃതരുടെ അവഗണന തുടരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ടാറിംഗ് നടത്തി മിനുക്കിയെടുത്ത ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണിത്. സ്റ്റാൻഡിന് അകത്തേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങളിൽ ടാറിംഗ് പൊളിഞ്ഞ കുഴികൾ രൂപപ്പെട്ടു. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിന് ഈ കുഴികൾ സമ്മാനിക്കുന്ന ഗതാഗത കുരുക്ക് ചെറുതല്ല. ബസ് കയറുവാൻ ഓടിയെടുക്കുന്ന യാത്രക്കാർക്കാണ് മിക്കപ്പോഴും ഈ കുഴികളിൽ വീണ് അപകടമുണ്ടാകുക. ഗട്ടറുകളിൽ വീണ് വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ വേറെയും. ഇവിടെ ഉണ്ടാകുന്ന ഈ വണ്ടി കയറി വരുന്നുണ്ടെന്ന വലിയ കുഴി വണ്ടി നിർത്താൻ ഇറങ്ങാൻ വേണ്ടി വരുന്ന യാത്രക്കാരെ കൈ പിടിക്കാതെ വരുന്ന വണ്ടിയെ താഴെ പോയിട്ട് ഡ്രൈവർമാരെ കയറി പറയുന്നുണ്ട്. 6 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഈ കുഴിയെല്ലാം ശരിയാക്കി ടാർ ചെയ്തിട്ട്. പെട്ടെന്ന് തന്നെ വലിയൊരു കറുത്തമായിട്ടുണ്ട്. വണ്ടിക്ക് തന്നെ വലിയൊരു കംപ്ലൈൻ്റ് ആണ്. വണ്ടിയുടെ ബ്രേക്ക് 2 പ്രാവശ്യം ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായത്. ഇത്രയും വേഗം അത് ശരിയാക്കുന്നതായിരിക്കും നമുക്ക് ഡ്രൈവർമാർക്ക് വളരെ ബുദ്ധിമുട്ടാണത്. ബസ് സ്റ്റാൻഡിനുള്ളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പൊട്ടിപ്പൊളഞ്ഞ് നാമാവശേഷമായ സ്റ്റാൻഡ് നവീകരിക്കുന്നതിനോ ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടത്തുവാനോ പഞ്ചായത്ത് അധികാരികൾക്ക് പണമില്ല. ടാറിംഗ് നടന്ന മാസങ്ങൾക്കുള്ളിൽ ഇത്തരമൊരു അവസ്ഥ സംജാതമായതിന്റെ കാരണം തിരക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും അധികാരിവർഗത്തിന് സമയവുമില്ല. പരാതി പറഞ്ഞു മടുത്ത പൊതുജനമാകട്ടെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് നെടുവീർപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഓരുവെള്ള ഭീഷണിയെ മറികടന്ന അപ്പർ കുട്ടനാട്ടിലെ അവശേഷിക്കുന്ന നെൽകൃഷിക്ക് വേനൽ മഴയും കനത്ത നാശം വിതയ്ക്കുന്നു. യഥാസമയം പാകമായ നെല്ലുകൾ കൊയ്തെടുക്കാൻ യന്ത്രങ്ങൾ ലഭിക്കാത്തതും കർഷകരെ ദുരിതത്തിലാക്കി. ഇത്തവണ 100 മേനി വിളവ് പ്രതീക്ഷിച്ച് വിത്തിറക്കിയ കർഷകർ ഇപ്പോൾ ആശങ്കയിലാണ്. കേരളത്തിന്റെ നെല്ലറിയായി അറിയപ്പെടുന്ന അപ്പർ കുട്ടനാട്ടിലെ നെൽകൃഷി ഇത്തവണ ഓരുവെള്ളം കയറി ഭൂരിഭാഗവും നശിച്ചിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ കൃഷി നശിച്ച ഇവിടെ ഓരുവെള്ള ഭീഷണിയെ അതിജീവിച്ച് അവശേഷിച്ച നെൽപ്പാടങ്ങളും വേനൽ മഴയിൽ നശിച്ചു. ഇതോടെ ഇക്കുറിയും കൃഷിയിറക്കി ലാഭം പ്രതീക്ഷിച്ചിരുന്ന കർഷകർ പ്രതിസന്ധിയിലായി. പാകമായ നെല്ല് കൊയ്തെടുക്കാൻ കൃഷിയന്ത്രങ്ങൾ ലഭ്യമല്ലാത്തതും ഇവർക്ക് തിരിച്ചടിയാകുന്നു. വേനൽമഴ വന്നതിന്റെ ഫലമായിട്ട് നെല്ല് വീണു പോവുക, അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടാതെ വരിക, കൊയ്ത്തയന്ത്രം ഇറങ്ങാതെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിനനുബന്ധിച്ചുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പം ഈ കൊയ്ത്തയന്ത്രത്തിന് അഭാവം, ഇപ്പോൾ ഈ വിളഞ്ഞ് കൊയ്യേണ്ട സമയം കഴിഞ്ഞ പാടാണ്. കൊയ്ത്തയന്ത്രത്തിന് അഭാവം ഇവിടെ വളരെ നന്നായിട്ടുണ്ട്. 6 യന്ത്രം കൊണ്ടാന്ന് പറഞ്ഞാണ് ഈ പാടശേഷം വഴി ഇതിനകത്ത് കുറേ ഏജന്റുമാരും ഇന്ന് കളിക്ക് പിടിച്ച് എല്ലാം കൊണ്ട് 3-4 വണ്ടി ഇന്നിറങ്ങിയിട്ടുണ്ട്. ഇതിവിടെ കൊയ്ത് പറഞ്ഞത് ഇനി ഒരാഴ്ച എടുക്കും. മഴ വന്നാൽ ആകപ്പാടെ പ്രശ്നമാകും. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എനിക്ക് 2 ഏക്കറുണ്ട്. ഒരേക്കർ പാട്ട് ഒരേക്കർ സ്വന്തമാണ്. പക്ഷേ ഈ 2 ഏക്കറിനകത്ത് കിടന്ന് അധ്യധ്വാനം ചെയ്തപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ വിളവ് കിട്ടുകയില്ല. നെല്ല് സംഭരണത്തിന് സർക്കാർ ഏജൻസികൾ തയ്യാറാണെങ്കിലും സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് നൽകാൻ കാലതാമസമുണ്ടാകുന്നത് കർഷകരെ ദുരിതത്തിലാക്കി. വിത്തിന്റെയും വളത്തിന്റെയും വില വർദ്ധിച്ചതും നെൽ കർഷകർക്ക് ആഘാതമായി. ഈ സാഹചര്യത്തിലെങ്കിലും സംഭരിച്ച നെല്ലിന്റെ വില സർക്കാർ അടിയന്തരമായി നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേശീയപാത 220 മുണ്ടക്കയം വെളിച്ചിയാനിക്ക് സമീപമുണ്ടായ അപകടത്തിൽ വൃദ്ധ മരിച്ചു. വെളിച്ചിയാനി താന്നിക്കപ്പാറയിൽ മറിയാമ്മ തോമസ് ആണ് മരിച്ചത്. റോഡ് മുറിച്ചുകടക്കവേ മുണ്ടക്കയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് വന്ന മാരുതി ആൾട്ടോ കാർ വൃദ്ധയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. മണിമല ഫോക്ലോർ ഗ്രാമത്തിന്റെ നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കും. നിർമ്മാണ ഏജൻസികളെ കണ്ടെത്തുന്നതിന് സാംസ്കാരിക വകുപ്പിന്റെ അടിയന്തര യോഗം ഏപ്രിൽ 10 തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഡോക്ടർ എൻ ജയരാജ് MLA അറിയിച്ചു. സംസ്ഥാന സാംസ്കാരിക വകുപ്പും ഫോക്ലോർ അക്കാദമിയും ചേർന്ന് മണിമലയിൽ നിർമ്മിക്കുന്ന നാടൻ കലാഗ്രാമത്തിന്റെ ആസ്ഥാന മന്ദിര നിർമ്മാണം ഏപ്രിൽ മാസം ആരംഭിക്കും. ഫെബ്രുവരി 2 സംസ്ഥാന മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തിയ ഓഫീസ് സമുച്ചയം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്നതിനായിരുന്നു ആദ്യ ധാരണ. എന്നാൽ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത 1-ലധികം കെട്ടിടങ്ങളുടെ നിർമ്മാണം അകാരണമായി വൈകുന്നത് മൂലം മറ്റൊരു സ്വകാര്യ നിർമ്മാണ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് സാംസ്കാരിക വകുപ്പ്. സംസ്ഥാന ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദ്, സെക്രട്ടറി ജി പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് സുരേഷ് കൂത്തുപറമ്പ്, കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ എൻ ജയരാജ് എന്നിവരും വിവിധ കെട്ടിട നിർമ്മാണ ഏജൻസികളും ഏപ്രിൽ മാസം 10 തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സാംസ്കാരിക വിഭാഗം ഏകദേശം 8 കോടിയോളം രൂപ ഇതിനോടകം നാടൻ കലാഗ്രാമത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഓഫീസ് സമുച്ചയം, നാടൻ ഗ്രന്ഥശാല, മ്യൂസിയം, കൂത്തമ്പലങ്ങൾ, പരിശീലന കളരി, രാജസ്ഥാൻ മാതൃകയിലുള്ള പ്രദർശനശാല എന്നിവയായിരിക്കും നാടൻ കലാഗ്രാമത്തിൽ നിർമ്മിക്കുക. മണിമലയുടെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുന്നതിനായി സംസ്ഥാന ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ അംഗീകാരവും മണിമലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മണിമല. കോട്ടയം നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാകുന്നു. നഗരസഭാ പ്രദേശമായ നാട്ടകം, കാരാപ്പുഴ, മാക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ജലദൌർലഭ്യം മൂലം 1000-ഓളം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. നഗരസഭാ അധികൃതർ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു.
കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുന്നു. വേനൽമഴ ലഭിച്ചെങ്കിലും ഇവിടുത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടില്ല. കോട്ടയം നഗരസഭയുടെ പരിധിയിൽ വരുന്ന കരാപ്പുഴ, മാക്കിൽ, നാട്ടകം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നത്. ജലക്ഷാമം പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടും. ഞങ്ങൾ അങ്ങ് ഒത്തിരി ദൂരെ പോയാൽ വെള്ളം എടുക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഒരു മാർഗ്ഗവും ഇല്ല. ഇനി വെള്ളപ്പൊക്കവും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നശിച്ച് ഞങ്ങൾ പിന്നെ ഇക്കരെ കിടക്കുക. ഇവിടെ പലരും വെള്ളം വില കൊടുത്തു വാങ്ങുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഇവിടുത്തുകാർ. മാക്കിലിന് സമീപം ഒരു പൊതു ടാപ്പിൽ നിന്ന് മാത്രമാണ് പ്രദേശത്തെ 1000-ഓളം കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത്. അതും മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന വെള്ള വിതരണത്തിൽ ഇത്രയും കുടുംബങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വെള്ളം ലഭിക്കുന്നുമില്ല. കിലോമീറ്ററുകൾ നടന്നുപോയാണ് ഇവിടുത്തുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കുടിവെള്ളക്ഷാമത്തിന് ഇനിയെങ്കിലും അധികൃതർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടിന് മാതൃകയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ പൂർത്തീകരിച്ച സ്നേഹതീരം വിശ്രമ കേന്ദ്രം ഞായറാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ മീനച്ചിലാറിന്റെ തീരത്ത് പാലക്കാട്ട് കടവിലാണ് സ്നേഹതീരം ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിരമണീയമായ മീനച്ചിലാറിന്റെ തീരത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ യാഥാർത്ഥ്യമാക്കിയ സ്നേഹതീരം വിശ്രമ കേന്ദ്രം നാടിന്റെ വികസന സങ്കല്പങ്ങൾക്ക് പുത്തൻ മാതൃകയാവുകയാണ്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലാണ് മീനച്ചിലാറിന്റെ തീരത്ത് സ്നേഹതീരം ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട്ട് കടവിൽ കാട് പിടിച്ചു കിടന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിയിലെ വനിതാ തൊഴിലാളികളാണ് വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയത്. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കാട് തെളിച്ച് പുല്ലും ചെടികളും വളർത്തി മനോഹരമാക്കിയ വിശ്രമ കേന്ദ്രം ഏറെ ആകർഷകമാണ്. ആറ്റുതീരവും വിശ്രമ കേന്ദ്രവും കയർ പൂവസ്ത്രം വിരിക്കുന്നതിന് കയർഫെഡിന്റെ സഹായം ലഭിച്ചു. തൊഴിലാളികൾക്ക് 609 തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതിയിൽ ലഭിച്ചു. വിശ്രമ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായ ബെഞ്ചുകൾ, ഊഞ്ഞാൽ, അലങ്കാരച്ചെടികൾ എന്നിവ സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 5 മണിക്ക് സ്നേഹതീരം വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. അടുത്ത വർഷത്തെ പദ്ധതിയിൽ പാർക്കിന്റെ വിപുലീകരണത്തിനായി 1.5 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. സ്ഥലവാസികളായ ആളുകൾ ഉൾപ്പെടുന്ന ജനറൽ കമ്മിറ്റിയാണ് സ്നേഹതീരം പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പാക്കിയ ജില്ലയിലെ മികച്ച പ്രോജക്റ്റായി സ്നേഹതീരത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന വാർഡ് മെമ്പർ BS അപ്പക്കുട്ടൻ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് അംഗങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു. ഏതാണ്ട് 609 തൊഴിൽ ദിനങ്ങളും 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് പണവും മുടക്കി ഉദ്ഘാടന ദിവസം തന്നെ ബോട്ടിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇണക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ പാർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. വരും കാലങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി കൂടുതൽ സൗകര്യങ്ങൾ ഇണക്കി ജില്ലയിലെ തന്നെ നല്ലൊരു പാർക്കായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. വാഴൂർ ഇലഞ്ഞിക്കൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ 1-ാം പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും ധർമ്മദൈവ പൂജയും ഈ മാസം 30, 31 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൊടുങ്ങൂർ കാട്ടുകുന്നൽ ഇല്ലം നാരായണൻ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി പാറക്കടവ് മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. 4ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒരാളുടെ നില ഗുരുതരം. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും. വടവാതൂർ ഡംപിംഗ് യാർഡിൽ ക്യാപ്പിംഗ് നടന്നില്ല. പദ്ധതിക്കായി അനുവദിച്ച 1.5 കോടി രൂപ നഷ്ടമാകുന്നു. നഗരസഭയുടെ പിടിപ്പുകേടെന്ന് ജനങ്ങൾ. സ്വകാര്യ ഫാക്ടറിയിൽ നിന്നൊഴുകുന്ന വിഷപ്പായൽ മണിമലയാറിനെ വിഷമയമാക്കുന്നു. ആറ്റിലെ ജീവജാലങ്ങൾക്കും ജനങ്ങൾക്കും ഭീഷണിയെന്ന് വിദഗ്ധർ. ഒഴുകിയെത്തുന്നത് അസോള വർഗത്തിൽപ്പെട്ട പായൽ. സംസ്ഥാനത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണം അവതാളത്തിൽ. സമയപരിധി ദീർഘിപ്പിക്കാത്തത് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പദ്ധതി തുക നഷ്ടമാക്കും. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും. വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9-ന്. നമസ്കാരം.